എപ്പോഴാണ് നമുക്ക് സങ്കടം വരുന്നത്, എപ്പോഴാണ് വേദന വരുന്നത്, എപ്പോഴാണ് നമ്മൾ വളരെ കഠിനമായ വേദനകൾ അകപ്പെടുന്നത്, അപ്പോഴൊക്കെ ദൈവം നമ്മളെ വചനങ്ങളാൽ താങ്ങുന്നു. ഞാൻ പലപ്പോഴും പറയുന്നത് പോലെ, when the Holy Spirit is speaking one word or writing one word, ഒരു 100 മണിക്കൂർ നമുക്ക് അതിനകത്ത് മെഡിറ്റേറ്റ് ചെയ്യാനുള്ള കാര്യം അതിനകത്ത് കാണും. പലപ്പോഴും if we meditate 100 times, then every time the same word will speak from different angle. ഞാൻ ഈ കാലഘട്ടത്തിൽ ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാൻ എൻ്റെ മനസ്സിനെ സ്വാധീനിച്ച ഒരു ഏലിയാവിൻ്റെ യാത്രയെക്കുറിച്ച് എന്നെ സ്വാധീനിച്ച ഒരു പാസേജ് ഞാൻ ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. സങ്കീർത്തനം 23 ഒരു യാത്രയെക്കുറിച്ചാണ് പറയുന്നത്. യാത്രയുടെ ഹീസ് ഗോയിങ് ത്രൂ ഹിസ് ജേർണി ആൻഡ് when he experiences, he tells us the experiences, in his journey. അതിൽ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകില്ല. ഉറപ്പാണ്. It's a strong concept. It's a strong assertion that യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകില്ല. ഉറപ്പാണ്. ജീവിതത്തിലെ ഏത് സാഹചര്യത്തിലൂടെ പോയാലും യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏലിയാവിന്റെ യാത്രാ വഴികളിൽ വീണ്ടെടുക്കപ്പെട്ട വിശ്വാസികളായിരിക്കുന്ന നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു 3-4 ഘട്ടങ്ങൾ പറഞ്ഞിട്ട് ഞാൻ ഈ സങ്കീർത്തനത്തിൽ തിരികെ വരാം. ഞാൻ ഓർമ്മയിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഏലിയാവ് ഗിൽഗാലിൽ നിന്നാണ് യാത്ര തുടങ്ങുന്നത്. വീണ്ടെടുക്കപ്പെട്ട വിശ്വാസികളുടെ യാത്ര തുടങ്ങുന്നത് ക്രൂശിലെ ക്രിസ്തുവിന്റെ മരണത്തോടുകൂടെ, അല്ലെങ്കിൽ നമുക്കൊരു വീണ്ടെടുക്കപ്പെട്ട ഒരു അനുഭവത്തോടുകൂടെയാണ് യാത്ര തുടങ്ങുന്നത്. അടുത്ത ഏലിയാവ് ചെല്ലുന്നത് ഗിൽഗാലിൽ നിന്ന് ബഥേലിലാണ് ചെല്ലുന്നത്. അപ്പൊ ബഥേലിലെ അനുഭവം ഈ യാത്ര തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ വീണ്ടെടുക്കപ്പെട്ട വിശ്വാസികളായിട്ടുള്ള നമ്മുടെ യാത്ര തുടങ്ങുമ്പോൾ അടുത്ത് നമുക്ക് വരേണ്ടത് ബഥേലിലെ അനുഭവമാണ്. എന്താണ് ബഥേലിലെ അനുഭവം? യാക്കോബ് രാത്രി യാത്ര ചെയ്ത് ഒരു കല്ല് തലയണ വെച്ച് കിടന്നുറങ്ങുന്ന സമയത്ത് കണ്ട ദർശനമാണ്. എന്താണ് ദർശനം? സ്വർഗത്തിൽ നിന്നൊരു കോണിപ്പടി തുറന്നിരിക്കുന്നു. സ്വർഗം വരെ എത്തുന്ന ഒരു കോണിപ്പടി. ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ഒരു അനുഭവം. അപ്പൊ ഈ അനുഭവം, അല്ലെങ്കിൽ ഇതൊരു ദർശനമാണ്, സ്വർഗത്തിലേക്കുള്ള നമ്മുടെ ദർശനം. അപ്പൊ ഈ ദർശനം നമുക്കുണ്ടോ, അല്ലെങ്കിൽ ആ ദർശനത്തിലോട്ട് അടുത്ത ലെവലിൽ നമ്മൾ ആ ദർശനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത ലെവലിൽ മുമ്പോട്ട് പോകാൻ പറ്റൂ. അപ്പൊ ആ ദർശനമാണ് നമുക്ക് വേണ്ടത്. അപ്പൊ എങ്ങനെയാണ് ആ ദർശനം നമ്മുടെ ജീവിതത്തിൽ വരുന്നത്? ആ ദർശനം എന്ന് പറയുന്നത്, അത് കണ്ടു കഴിയുമ്പോൾ, അല്ലെങ്കിൽ യാക്കോബിന് അത് മനസ്സിലായി. സ്വർഗത്തോളം എത്തുന്ന ഒരു കോണിപ്പ്, സ്വർഗീയ ദർശനം. അപ്പൊ ഞാൻ അങ്ങോട്ടാണ് സഞ്ചരിക്കുന്നു എന്നുള്ളൊരു ഒരു കൃത്യമായിട്ടുള്ള ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ആ സ്വർഗീയ ദർശനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് ആ ദർശനം നമ്മുടെ ജീവിതത്തെ ഭരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ യാത്രാ വഴികളിൽ ആ ദർശനം നമ്മൾ അനുഗ്രഹിക്കണം. അപ്പൊ ഇവിടെ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് എരിഹോ മതിലാണ്. എന്താണ് എരിഹോ മതിൽ? എരിഹോ മതിലിന്റെ കോണ്ടെക്സ്റ്റ് കാണിക്കുന്നത് 2 നമ്മുടെ സ്പിരിച്വൽ വാർഫെയർ ആണ്. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റാതെ, എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നു, ഒരിക്കലും വിചാരിക്കാത്ത ജീവിതാനുഭവങ്ങൾ, അൺഎക്സ്പെക്ടഡ് ഇൻസിഡൻസ് ഹാപ്പനിങ് ഇൻ അവർ ലൈഫ് വിച്ച് ഈസ് സ്ട്രോങ്ലി ഓപ്പോസിങ് അവർ സ്പിരിച്വൽ ബേസ്. ഇപ്പൊ നമ്മുടെ ആത്മീക അനുഭവത്തെ തടഞ്ഞു എനിക്ക് ഒരു പടി മുന്നോട്ട് പോകാൻ പറ്റാത്ത അനുഭവത്തിൽ, ഒരു പടി മുന്നോട്ട് പോകാൻ, അത് ഞാൻ ഉൾപ്പെടെ തകർന്നു പോവും. എന്താണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അനുഭവം? പലപ്പോഴും നമ്മൾ ചോദ്യങ്ങൾ ചെയ്യും, എന്താ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നത്? ഞാൻ ദൈവസന്നിധിയിൽ അടുത്തിരിക്കുന്നു, ചേർന്നിരിക്കുന്നു, പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ട്. അപ്പൊ ആ ഒരു എരിഹോ മതിൽ എന്ന് പറയുന്ന ഒരു സ്പിരിച്വൽ അനുഭവമാണ്. അപ്പൊ എരിഹോ മതിൽ എന്താണ്? നമ്മളെ ശക്തമായ
പാമ്പുകളെയും തേളുകളെയും ചവിട്ടി മെതിക്കാനുള്ള അധികാരം തന്നിരിക്കുന്ന ആ അധികാരത്തോട് മുന്നോട്ട് പോകാനാണ് ദൈവം നമ്മളോട് പറയുന്നത്. അപ്പൊ ആ അനുഭവത്തില് സങ്കീർത്തനവുമായിട്ട് നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? കൂരിൽ താഴ്വരയിൽ കൂടെ നടന്നാലും ഞാൻ ഒരർത്ഥവും ഭയപ്പെടുകയില്ല. ആ ഒരു കോൺഫിഡൻസ്, ആ ഒരു അപ്പൊ നമ്മുടെ ജീവിതത്തിലും ഈ സ്പിരിച്വൽ വാർഫെയർ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലരും ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാൻ അവിടെ പോയി ഒന്ന് ശക്തമായി പ്രാർത്ഥിച്ചു, പക്ഷെ അടുത്ത ദിവസം എൻ്റെ ജീവിതത്തിൽ ഈ കഷ്ടം തുടങ്ങി. അപ്പൊ എന്താണ്? ശത്രു ആരെ വിഴുങ്ങണം, അല്ലെങ്കിൽ നിന്റെ വിശ്വാസ ജീവിതത്തെ തകർക്കാൻ എപ്പോഴാണ് വിശ്വാസ ജീവിതം ഒരു പോയിന്റിൽ വെച്ച് തകർന്നു പോകുന്നത്? ശത്രു നോക്കിയിരിക്കുന്നു. അതിനു മേളിൽ നമുക്ക് ശക്തി വേണം. അപ്പൊ അതിനാണ് സങ്കീർത്തനക്കാരൻ കൂരിൽ താഴ്വരയിൽ കൂടെ നടന്നാൽ ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. മരണത്തിന്റെ താഴ്വരയിൽ കൂടെ പോയാലും ദൈവം നമ്മളെ നടത്തുന്ന ദൈവമാണ്. അതാണ് സ്പിരിച്വൽ വാർഫെയറിൽ നമുക്ക് ഈ സങ്കീർത്തനത്തിൽ ഉണ്ടാകേണ്ട ഒരു കോൺഫിഡൻസിന്റെ അനുഭവം. അപ്പൊ ഏലിയാവിന്റെ യാത്രയിൽ ഈ യെരിഹോ മതിൽ എന്ന് പറയുന്ന സ്പിരിച്വൽ ഒരു വാർഫെയറിന്റെ അനുഭവങ്ങൾ പല വിധങ്ങളിലാണ് പല ജീവിതങ്ങൾ. നമുക്ക് വളരെ വളരെ ഒട്ടും നമ്മൾ എന്ന് വെച്ചാൽ നമുക്ക് ഒട്ടും പ്രതീക്ഷിക്കാൻ വയ്യാത്ത സാഹചര്യത്തിന്റെ അനുഭവങ്ങളിൽ വളരെ ഉറപ്പായിട്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന പല കാര്യങ്ങളും നടക്കാതെ പോകും. അല്ലെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ അപ്രതീക്ഷിതമായിട്ട് നമുക്കുണ്ടാകുന്ന ചില വളരെ വളരെ വേദനാജനകമായ അനുഭവങ്ങൾ. പക്ഷെ ഇതൊന്നും ദൈവം നിങ്ങളെ തളർത്താൻ വേണ്ടിയല്ല. ദൈവം നിങ്ങളെ തീർച്ചയായിട്ടും ഉയർത്താനും മരണത്തിന്റെ താഴ്വരയിൽ കൂടെ സഞ്ചരിച്ചാലും നമ്മളെ വീണ്ടെടുക്കുന്ന യഹോവയുടെ ഇടയനാകും. മുട്ടുണ്ടാകാൻ നടത്താൻ പറ്റുന്ന ദൈവം എന്നോട് കൂടെ ഉണ്ട്. അടുത്ത അനുഭവം എന്ന് പറയുന്നത് യെരിഹോ മുതൽ കഴിഞ്ഞ അടുത്ത അനുഭവം യോർദാനാണ്. ഈ യോർദാൻ കടന്നു കഴിഞ്ഞാൽ നമ്മൾ അക്കരെ എത്തും. അപ്പൊ ഈ അനുഭവങ്ങളിലൂടെ ഈ യോർദാന്റെ അനുഭവം എന്താണ്? യോർദാന്റെ അനുഭവം എന്ന് പറയുന്നത് കഷ്ടതയുടെ അനുഭവം, ഭൗതികമായ നമ്മുടെ ജീവിതത്തിന്റെ കഷ്ടതകൾ. ദൈവത്തെ സേവിച്ചും ദൈവത്തിൽ ആശ്രയിച്ചും ദൈവത്തെ രാപ്പകൽ ദൈവത്തെ അന്വേഷിച്ചും ഒക്കെ ഇരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ കഷ്ടങ്ങളില്ലേ, രോഗങ്ങളില്ലേ, പ്രയാസങ്ങളില്ലേ, മരണകരമായ വേദനകളില്ലേ, വളരെ വലിയ എന്തുകൊണ്ട് എൻ്റെ കുടുംബത്തിൽ, അല്ലെങ്കിൽ എൻ്റെ വേണ്ടപ്പെട്ട ആളിന്, അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിന്, എൻ്റെ അപ്പന്, എൻ്റെ അമ്മയ്ക്ക് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവം വരുന്നു എന്നറിയാതെ നമ്മൾ വേദനിക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അപ്പൊ ഇത് കടന്നു കഴിഞ്ഞാൽ, യോർദാൻ കടന്നു കഴിഞ്ഞാൽ നമ്മൾ അക്കരെ എത്തി. ഈ സ്വർഗീയ അനുഭവത്തോടുകൂടെ, ഈ ഒരു കാഴ്ചപ്പാടിലൂടെയാണ് നമ്മുടെ ജീവിത യാത്ര നമ്മൾ കൊണ്ടുപോകേണ്ടത്. അപ്പൊ ഈ സങ്കീർത്തനത്തിന് നമ്മുടെ ജീവിത യാത്രയെക്കുറിച്ച് വളരെ കൃത്യമായി പറയുന്നു. അപ്പൊ ഈ അനുഭവങ്ങളിലൊക്കെ എൻ്റെ പ്രാണനെ തണുപ്പിക്കുന്നു. പ്രാണനെ തണുപ്പിക്കുന്നു എന്ന് പറഞ്ഞാല് ചില ജീവിത അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ, നമ്മൾ രാത്രി ചില ദിവസങ്ങളിൽ ഉറങ്ങാൻ കിടന്നിട്ട് പ്രാണൻ തണുക്കാതെ, അല്ലെങ്കിൽ വേദനയുടെ, നിന്ദയുടെ, കഷ്ടത്തിന്റെ, രോഗത്തിന്റെ ഞെരുക്കത്തിൽ പ്രാണൻ തണുക്കാതെ ഉറക്കം കിട്ടാത്ത എത്രയോ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അപ്പൊ എൻ്റെ പ്രാണനെ തണുപ്പിക്കാൻ എൻ്റെ പ്രിയ നാഥന്, അവൻ എൻ്റെ പ്രാണനെ തണുപ്പിക്കുന്നു. ഞാൻ പലപ്പോഴും പ്രാർത്ഥനകളിൽ ഞാൻ പറയാറുള്ളതുപോലെ, അവൻ എൻ്റെ കാലുകളെ വീഴ്ചയിൽ നിന്നും, കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, പ്രാണനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നു. അത് കൂടാതെ പ്രാണനെ തണുപ്പിക്കുന്ന അനുഭവം തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ, പലരുടെ ജീവിതത്തിൽ ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ വളരെ സങ്കീർണതകളിലൂടെ കടന്നു പോകുമ്പോൾ അടുത്ത നിമിഷം വളരെ മന്ദമാരുതനെ പോലെ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ വരികയും നമ്മൾ അറിയാതെ ആ ഒരു തണുപ്പിന്റെ അനുഭവത്തെ കടന്നു പോവുകയും ചെയ്യുന്നു. പലപ്പോഴും നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു എക്സ്പെരിമെന്റ് എന്ന് റിവൈവ് ചെയ്ത് എന്താണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്, മുൻകാലത്തെ നമ്മുടെ ജീവിത അനുഭവങ്ങൾ, നമ്മൾ എത്ര തവണയാണ് കുഴിയിൽ വീണുപോയ നമ്മളെ കൈപിടിച്ച് കരകയറ്റിയിരിക്കുന്നത്, എത്ര തവണയാണ് നമ്മൾ തകർന്നു പോയി, നമ്മൾ ഇല്ലാതായി പോയി എന്ന് പറയുന്ന അവസ്ഥകൾ ദൈവം നമ്മളെ കൈപിടിച്ച് ഉയർത്തിയിരിക്കുക. അപ്പൊ ദൈവം നമ്മളെ ഒരിക്കലും കൈവിടില്ല. ബേഥേലിന്റെ അനുഭവത്തിൽ സ്വർഗീയ ദർശനം കണ്ട സ്വർഗീയ ദർശനം കാണുന്ന അനുഭവത്തിൽ നമ്മൾ എത്തണം. നമ്മുടെ യാത്ര തുടങ്ങുമ്പോൾ നമ്മൾ വീണ്ടെടുക്കപ്പെട്ട യാത്രകൾ, ദർശനത്തിന്റെ അനുഭവം, നമുക്ക് വ്യക്തമായ ദർശനം ഉണ്ടാവണം. ആ ദർശനത്തെ നോക്കി സഞ്ചരിക്കാൻ സ്വർഗീയ ദർശനം നമുക്ക് ഉണ്ടാവണം. നമ്മൾ എത്തിച്ചേരേണ്ട സ്ഥലം, നമ്മളിങ്ങനെ ഈ സാധാരണ വിശ്വാസികളായിട്ട് നമ്മൾ നടന്ന് നമ്മുടെ ആ ദർശനങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ട് നമ്മൾ യോർദാൻ അക്കരെ പോകുന്ന ആ ഒരു കാലഘട്ടത്തെ മറന്ന് നമ്മൾ ജീവിക്കുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. എപ്പോഴും നമ്മൾ ഓർത്ത് ദൈനംദിനം ഇത് നമ്മുടെ ജീവിതത്തെ കൊണ്ടുപോകേണ്ട ഒരു ആവശ്യം നമ്മുടെ ജീവിതത്തിലുണ്ട്. പിന്നെ
പിന്നെ നേരത്തെ പറയുന്ന പോലെ പിന്നെ എൻ്റെ ശത്രുക്കൾ കാണുക നീ എനിക്ക് വിരുന്നൊരുക്കുന്നു, എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, എൻ്റെ ശത്രുക്കൾ കാണുക നീ എനിക്ക് വിരുന്നു. അപ്പൊ യോർദാന്റെ അനുഭവത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചില സങ്കീർണതകൾ നമ്മുടെ ജീവിതത്തിൽ വരാറുണ്ട്. എന്ന് വെച്ചാൽ യാതൊരു കാര്യമില്ലാതെ ഒരു വൈരാഗ്യമോ പ്രശ്നമോ ഒരു വ്യക്തിയോടോ ഒന്നും നമുക്കില്ലെങ്കിലും ആ വ്യക്തി നമ്മളെ ഭയങ്കരമായി ബുദ്ധിമുട്ടിപ്പിക്കും. യാതൊരു പ്രശ്നവും നമ്മൾ തമ്മിലില്ല. എന്തുകൊണ്ട് ഈ വ്യക്തി എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നു, അല്ല എന്നെ വേദനിപ്പിക്കുന്നു, എന്നെ ഇൻസൾട്ട് ചെയ്യുന്നു എല്ലാവരുടെ ജീവിതത്തിലും ചോദിക്കും. എന്തുകൊണ്ട് ഇയാള് എന്നെ ഇങ്ങനെ മോശമായി, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇദ്ദേഹം എന്നെ ഇൻസൾട്ട് ചെയ്യുന്നു, എന്തുകൊണ്ട് എന്നെ വേദനിപ്പിക്കുന്നു, എന്തുകൊണ്ട് എന്നെ വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് എന്നെ സഹായിക്കുന്നില്ല, എന്തുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ ആ വ്യക്തി എന്നെ സഹകരിക്കുന്നില്ല. ഭാര്യ, ഭർത്താവ്, കുഞ്ഞുങ്ങൾ, കുടുംബ ബന്ധങ്ങള്, ഓഫീസ് ബന്ധങ്ങൾ, മറ്റെല്ലാ ബന്ധങ്ങളിലും ഇങ്ങനെ പലരെയും നമ്മൾ കാണാൻ പറ്റും. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഭൗതിക ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയ ശരിക്കും പറഞ്ഞാൽ അത് അവരുടെ കുഴപ്പമല്ല, അവരിൽ വ്യാപരിക്കുന്ന നമുക്കെതിരെയുള്ള പോരാട്ടമാണ് ഈ ഒരു പ്രശ്നം ഈ വ്യക്തി നമുക്കെതിരെ കാണിക്കുന്നത്. അപ്പൊ അങ്ങനെ, പക്ഷെ അതിനകത്ത് ദൈവം എന്താ പറയുന്നത്? ശത്രുക്കൾ കാണുക നീ എനിക്ക് വിരുന്നൊരുക്കുന്നു, എൻ്റെ തല ഒരു ദിവസം അത് കടന്നു പോവും, എന്നിട്ട് ഒരു സ്പെഷ്യൽ അനോയിന്റിങ് തന്ന് ദൈവം നമ്മളെ നടത്തും. പിന്നെ പറയുന്നു, ഏറ്റവും അവസാനം പറയുന്നത്, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലം ഒക്കെയും പിന്തുടരും, ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം. എന്ത് മനോഹരമായ യോർദാൻ അക്കരെ കടക്കുന്ന ഞാൻ ദൈവത്തിന്റെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. യോർദാൻ അക്കരെ കഴിഞ്ഞ് ദൈവത്തിന്റെ ആലയത്തിൽ ദീർഘമായി വസിക്കുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നു. അപ്പൊ നമ്മുടെ ദർശനത്തിന്റെ അനുഭവങ്ങളും യരിഹോവയുടെ അനുഭവങ്ങളും സ്പിരിച്വൽ വാർഫെയറും ഭൗതിക പ്രശ്നങ്ങളും രോഗങ്ങളും കഷ്ടങ്ങളും പ്രയാസങ്ങളും ഒന്നുമില്ലാതെ ഈ യാത്ര അവസാനിക്കുന്നില്ല. അപ്പൊ ഈ ഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നു പോയേ പറ്റൂ. നമ്മൾ വീണ്ടെടുക്കപ്പെട്ട വിശ്വാസികളെ നമുക്ക് ദർശനമാണ് വേണ്ടത്. ദർശനം സ്ട്രോങ് ആണെങ്കിൽ നമുക്ക് ഈ ഘട്ടങ്ങളിലൂടെ നമുക്ക് കടന്ന് അവസാനത്തെ ഘട്ടത്തിലൂടെ ചെന്ന് ചേരാൻ പറ്റും. ഈ കഴിഞ്ഞ ദിവസം കേട്ടുന്ന ഒരു മെസ്സേജ്, അപ്പനും അമ്മയും, അമ്മ പോയി കുഞ്ഞിനെ രാവിലെ ഉണർത്തുന്നു, അല്ലെങ്കിൽ മക്കളെ എണീക്കുക എന്ന് പറയുന്നു, അവൻ എണീക്കുന്നില്ല. ഒന്നുകൂടെ പറയുന്നു, 10 തവണ പറഞ്ഞാൽ എണീക്കാത്ത, 10 തവണ അമ്മ പറയുമ്പോഴായിരിക്കും കുഞ്ഞ് എണീക്കുന്നത്. പക്ഷെ അച്ഛൻ്റെ കാര്യം അങ്ങനെയല്ല. അച്ഛൻ പോയി ഒന്ന് ദേഷ്യപ്പെട്ടാൽ അവൻ ചാടി എണീക്കും. പക്ഷെ നമ്മുടെ സ്വർഗത്തിലെ അപ്പൻ നമ്മളെ ദിനംതോറും രാവിലെ നമ്മുടെ അടുക്കൽ വന്ന് നമ്മളെ ഇമ്പത്തോടെ തട്ടി, നമ്മുടെ ചെവിയിൽ പാട്ടുകൾ തന്ന്, നമ്മുടെ ചെവിയിൽ ദർശനങ്ങൾ തന്ന്, നമ്മുടെ ചെവിയിൽ അന്നത്തെ വചനം തന്ന് നമ്മളെ എണിപ്പിച്ച് അതുകാലത്തെ നമ്മൾ ഉണർന്ന് ദൈവസന്നിധിയിൽ നിന്ന് ദൈവത്തെ ആരാധിക്കുകയും ഒക്കെ ചെയ്യുന്ന ഈ യാത്രയുടെ അനുഭവത്തിൽ, ഈ ഒരു യാത്രയുടെ അനുഭവമാണ് ഈ 23-ാം സങ്കീർത്തനത്തിലൂടെ ഞാൻ പറയുന്നത്. എലിയാവിന്റെ യാത്രയുടെ അനുഭവങ്ങളിലൂടെ നമ്മുടെ ജീവിതത്തിലും ഈ ഘട്ടങ്ങളിലൂടെ സഞ്ചരിക്കാനുള്ള കോൺഫിഡൻസ് എന്നെ തീർച്ചയായിട്ടും നടത്തും. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലം ഒക്കെയും എന്നെ പിന്തുടരും, ഉറപ്പാണ്. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും എന്ന ഉറപ്പാണ്. ആ ദർശനം കിട്ടിയ നമ്മൾക്ക് ഈ ഉറപ്പോടുകൂടെ നമ്മുടെ ജീവിതാനുഭവങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ. വളരെ പ്രായോഗികമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ അല്ലെങ്കിൽ വചനം കേൾക്കുകയും ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഒരു അനുഭവം, ഭൗതിക അനുഭവം വേറൊന്നല്ല. ഇത് രണ്ടും കൂടെ ഇന്റർലിങ്ക്ഡ് ആണ്. അല്ലെങ്കിൽ പ്രായോഗിക ലൗകിക ജീവിതത്തിലൂടെ നമ്മൾ ജീവിക്കുന്നവരാണ്. നമ്മളെല്ലാ കഷ്ടങ്ങളിലും എല്ലാ ഈ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്, അതില്ലെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ നമുക്ക് യെരിഹോം അതിലുണ്ട്, നമുക്ക് യോർദാനുണ്ട്, നമുക്ക് അതിലും മനോഹരമായ ദർശനമുണ്ട്. അത് കടന്നു ചെല്ലുമ്പോൾ ഉറപ്പോടെ ശക്തിയോടെ ഓരോ ദിവസവും നമുക്ക് ഈ ഉറപ്പ് നമ്മളിൽ വർദ്ധിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഞാൻ ഉറപ്പോടെ നിൽക്കുവാൻ, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലം ഒക്കെയും എന്നെ പിന്തുടരുന്ന നെഞ്ച് കൈവച്ച് പറയുവാനുള്ള ധൈര്യം ദൈവം നമുക്ക് തരട്ടെ. ആ ദർശനത്തിന്റെ ആഴങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരട്ടെ. ആ ആഴത്തോടുകൂടെ ഈ നാളുകൾ ദൈവസന്നിധിയിൽ ചേർന്നും ദൈവസന്നിധിയിൽ ആരാധിച്ചും ദൈവത്തോട് പിൻപറ്റിയും നടക്കാൻ നമ്മുടെ ദൈവം അനുഗ്രഹിക്കട്ടെ. ധാരാളമായ ദൈവസാന്നിധ്യം ഈ നാളുകൾ അനുഭവിക്കാൻ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. സ്തോത്രം. Hallelujah. Thank God for this beautiful psalm and also the journey of Elisha, where we saw how God was with him. When he was saying about Jordan, I was